Divine Thoughts, a journey to the innermost recesses of our soul. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കൈത്താക്കാലം 4-ാം ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗത്ത് നമുക്കത്ര പരിചയമില്ലാത്ത ഒരു പദം നമ്മൾ കേൾക്കുന്നുണ്ട്. ഖുർബാൻ എന്നുള്ളതാണ് ആ പദം. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ ആദ്യ വാക്യങ്ങളാണല്ലോ നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഈ 7-ാം അധ്യായത്തിൽ 11-ാം വാക്യത്തിലാണ് ഈ പദം കാണുന്നത്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: മാതാപിതാക്കൾക്ക് അർഹമായിട്ടുള്ളത് ഖുർബാൻ ആണെന്ന് പറഞ്ഞ് തങ്ങൾക്കുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന വളരെ കൗശലപൂർവമായ ഒരു രീതി യഹൂദർക്കുണ്ടായിരുന്നു എന്നാണ് ഈശോ അവിടെ ആരോപിക്കുന്നത്. ഖുർബാൻ എന്നുള്ള പദം അറമായ പദമാണ്. ഈശോയും ഈശോയുടെ കാലത്തെ യഹൂദരും സംസാരിച്ചിരുന്ന ഭാഷയാണ് അറമായ. പഴയ നിയമത്തിന്റെ ഭാഷയായിരുന്ന ഹെബ്രായ ഭാഷയിൽ നിന്ന്, ഹീബ്രു ലാംഗ്വേജിൽ നിന്ന് വികാസം പ്രാപിച്ച് അതിൽ നിന്ന് രൂപം കൊണ്ട ഒരു ഡയലക്റ്റാണ് ആണല്ലോ സുറിയാനി ഭാഷ. അപ്പോൾ ഹീബ്രു ഭാഷയിൽ നിന്ന് അറമായയും അറമായയിൽ നിന്ന് സുറിയാനിയുമാണ് ഉണ്ടായത്. അപ്പോൾ ഈശോയുടെ കാലത്ത് സംസാരിച്ചിരുന്ന ഭാഷ അറമായ ഭാഷയായിരുന്നു. ഈ അറമായ ഭാഷയിലുള്ള ഒരു പദമാണ് ഖുർബാൻ. ഖുർബാൻ എന്ന പദത്തിന് സമർപ്പിതം, കാഴ്ച വസ്തു, കാഴ്ച അർപ്പിച്ചത് എന്നൊക്കെയാണ് അർത്ഥം. ഈ പ്രയോഗത്തിന്റെ അല്ലെങ്കിൽ എന്തിനാണ് ഈശോ ഇത് പറയുന്നത്, ഈ 11-ാം വാക്യത്തിൽ പറയുന്ന കാര്യം എന്താണ് എന്ന് മനസ്സിലാകണമെങ്കിൽ 7-ാം അധ്യായം ആദ്യ ഭാഗം മുതൽ നമ്മൾ ശ്രദ്ധാപൂർവം വായിക്കേണ്ടതുണ്ട്. ആദ്യത്തെ 5 വാക്യങ്ങളിൽ ഈശോയുടെ ശിഷ്യന്മാര് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച് ഓർശ്ലേമിൽ നിന്ന് വന്ന ഫരിസേയരും നിയമജരും ശിഷ്യരെ ഈശോയുടെ മുമ്പിൽ കുറ്റപ്പെടുത്തുന്ന രംഗമാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നുണ്ട്, യഹൂദര് ഈ ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്താതെ അവർ പ്രത്യേകിച്ച് വെളിയിൽ പോയി തിരികെ വരുമ്പോൾ അല്ലെങ്കിൽ യാത്രയ്ക്കിടയിലാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് കഴുകി കൈകളും കാലുകളും കഴുകുന്നത് മാത്രമല്ല, ഈശോയുടെ ശിഷ്യന്മാർ അത് ചെയ്യാതെ ഭക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു അവർക്കെതിരെയുള്ള ഈ ഓർശ്ലേമിൽ നിന്ന് വന്നെന്ന് പറയുമ്പോൾ തന്നെ ഔദ്യോഗിക സംഘമാണ് എന്നുള്ള ധ്വനി അവിടെയുണ്ട്. അവർ ഈശോയുടെ ശിഷ്യർക്കെതിരെ ഈശോയുടെ മുമ്പിൽ പരാതി പറയുന്നത്. അപ്പോൾ ഈ പരാതിക്കുള്ള, ഈ അക്യൂസേഷനുള്ള മറുപടിയാണ് തുടർന്ന് വരുന്ന 6 മുതലുള്ള വാക്യങ്ങളിൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആദ്യ വാക്യങ്ങളിൽ 6-7 വാക്യങ്ങളിൽ ഈശോ യെശയ്യാ നബിയുടെ പുസ്തകം 29-ാം അധ്യായത്തിലെ 13-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. യെശയ്യാ പ്രവാചകൻ 29-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത്, ഈ ജനം അധരം കൊണ്ടാണ് എന്നെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. അവര് ദൈവപ്രമാണങ്ങൾ വ്യർത്ഥമാക്കിക്കൊണ്ട് മാനുഷിക ആചാരങ്ങള്, പാരമ്പര്യങ്ങള് നിയമമായി പഠിപ്പിക്കുന്നു. ഇതാണ് യെശയ്യാ നബിയായി ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറയുകയാണ്, അന്ന് പ്രവാചകൻ പറഞ്ഞത് നിങ്ങളെക്കുറിച്ച് വാസ്തവമാണ്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നതെന്ന് ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ചില ആചാരങ്ങള്, പാരമ്പര്യങ്ങള്, ചില ശീലങ്ങള് അത് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ ദൈവപ്രമാണം അവഗണിക്കുന്നു, അതിനെ തള്ളിക്കളയുന്നുവെന്നാണ് ഈശോ പറയുന്നത്. പാരമ്പര്യങ്ങൾ വഴി ദൈവവചനം തന്നെ ശൂന്യമാക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഉദാഹരണമായിട്ടാണ് ഈശോ പറയുന്നത്, പഴയ നിയമത്തിൽ നിന്നുള്ള 10 പ്രമാണങ്ങളിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണമെന്നുള്ള കൽപ്പന എടുത്തു പറഞ്ഞുകൊണ്ട്, നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് ആദ്യത്തെ വായന പഴയ നിയമത്തിലേത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നാണല്ലോ നമ്മൾ വായിക്കുന്നത്. നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിച്ചു കേൾക്കുന്നുണ്ട്, നിനക്ക് ദീർഘായുസ് ഉണ്ടാകുവാനും നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകുവാനും നിന്റെ ദൈവമായ കർത്താവ് അനുശാസിക്കുന്നത് പോലെ അവിടുത്തെ പ്രമാണങ്ങളും ചട്ടങ്ങളുമെല്ലാം നീ അനുസരിക്കണം എന്നാണ്, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം എന്നാണ് 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നിയമാവർത്തനം നമ്മൾ വായിക്കുന്നത്. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നതിന് മാത്രമാണ് 2 വാഗ്ദാനങ്ങൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ളത്. എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഈ കൽപ്പന ദൈവത്തിന് മുൻപിൽ എന്ന് വ്യക്തമാക്കുന്നതാണത്. നീ ഭൂമിയിൽ ദീർഘകാലം ജീവിച്ചിരിക്കാൻ വേണ്ടിയിട്ട്
മാത്രമല്ല ദൈവം നിനക്ക് തരാൻ പോകുന്ന ദേശത്ത് നിനക്ക് നന്മയുണ്ടാകുവാൻ വേണ്ടിയിട്ട്, ഈ ഭൂമിയിലെ ജീവിതം സൗഭാഗ്യപ്രദമായി തീരുവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്താണ്? ദൈവമായ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ മാതാവിനെയും പിതാവിനെയും നീ ബഹുമാനിക്കണം. അപ്പോൾ ആ പ്രാധാന്യം അവിടെ വ്യക്തമാക്കി. ആ കൽപ്പന തന്നെയാണ് ഈശോയുടെ ഉദ്ധരിക്കുന്നത്. അപ്പോൾ ഇത് ദൈവം നൽകിയിരുന്ന കൽപ്പനയാണ്, ഇതവർ പാലിക്കുകയും ചെയ്തിരുന്നു. പക്ഷെങ്കിൽ ഈ ദൈവകൽപ്പനയ്ക്ക് അതിനെ ബന്ധപ്പെട്ട് ചില അനുശാസനങ്ങൾ, ചില പ്രായോഗികമായിട്ട് ഈ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിന് സഹായകമാകുന്ന രീതിയിലുള്ള ചില വ്യാഖ്യാനങ്ങൾ യഹൂദ സമൂഹത്തിൽ രൂപം കൊണ്ടിരുന്നു. വാചിക പാരമ്പര്യങ്ങളായിട്ടാണ് പലപ്പോഴും ഈ പാരമ്പര്യങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നത്. ഇതേക്കുറിച്ച് സഭാപിതാവായ ഇരണേവൂസ് പറയുന്നത്, ഈ പാരമ്പര്യങ്ങൾ മോശയുടെ നിയമത്തിനുള്ള സംരക്ഷണ കവചമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ പ്രകാരം ഇവർക്കിടയിൽ രൂപം കൊണ്ടിരുന്ന യഹൂദ നേതൃത്വം തന്നെ ഈ കൽപ്പനകൾ വ്യാഖ്യാനിച്ച് അവയുടെ അനുഷ്ഠാനത്തിൽ പാലിക്കേണ്ടതും പാലിക്കരുതാത്തതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ, നിയമങ്ങളായി നൽകിയിരുന്നത്. അങ്ങനെ 600-ലേറെ നിയമങ്ങൾ ഈ 10 പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് യഹൂദർ നൽകിയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. 2-ാം നൂറ്റാണ്ട്, ഈശോയ്ക്ക് ശേഷം 2-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഇത് ക്രോഡീകരിച്ച് മിഷ്ന എന്നുള്ള രൂപത്തിൽ യഹൂദർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമുക്ക് പരിചിതമാണ്. ഇന്ന് നമുക്കത് ലഭ്യമാണ്. മിഷ്ന, അത് ഈ പറയുന്ന തോറായുടെ, മോശയിലോട് നൽകപ്പെട്ട നിയമത്തിൻ്റെ വ്യാഖ്യാനങ്ങളും പ്രായോഗിക ആപ്ലിക്കേഷൻസും ഒക്കെയാണ് അവിടെ വിവരിക്കുന്നത്. ഇപ്രകാരം 4-ാം പ്രമാണത്തിൻ്റെ വ്യാഖ്യാനം നൽകുമ്പോൾ, അതിൻ്റെ പ്രായോഗിക മാനം നിർദ്ദേശിക്കുമ്പോൾ രൂപീകരിച്ചിരുന്ന ഒരു പാരമ്പര്യമായിരുന്നു, ഒരു രീതിയായിരുന്നു ഖുർബാൻ എന്നുള്ളത്. ഖുർബാൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു, കാഴ്ച അർപ്പിച്ചത്, സമർപ്പിച്ചത് എന്നൊക്കെയാണ്. എല്ലാവരും പാലിക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ ഏതെങ്കിലും ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക് മാതാപിതാക്കളോടുള്ള കൽപ്പന ബഹുമാനിക്കാൻ സാധിച്ചില്ല അവരുടെ ജീവിതകാലത്ത്, ചില തെറ്റിദ്ധാരണയുടെയൊക്കെ പേരിൽ. പക്ഷേ യാദൃശികമായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് അപ്രതീക്ഷിതമായി അവർ മൃതി അടയുന്നു. അപ്പോൾ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ടിയിരുന്ന കടമ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള കുറ്റബോധം ഈ മകനെ അല്ലെങ്കിൽ മകളെ അലട്ടുന്നത് കൊണ്ട് അതിനൊരു പരിഹാരമായിട്ട് ഈ യഹൂദ നേതൃത്വം കണ്ടെത്തിയതായിരുന്നു ഖുർബാൻ എന്നുള്ള ആ രീതി. ഖുർബാൻ പറയുന്നത് ഇതാണ്: മാതാപിതാക്കൾക്ക് അർഹമായിരുന്നത് ചെയ്യാൻ സാധിച്ചില്ല, പക്ഷെ അവർക്ക് നൽകാൻ നിങ്ങൾക്ക് മനസ്സുള്ളത് നിങ്ങൾ ദേവാലയത്തിൽ സമർപ്പിക്കുക, ദേവാലയത്തിൽ കാഴ്ചയർപ്പിക്കുക. അപ്പോൾ മാതാപിതാക്കൾക്ക് ചെയ്തതിന് തുല്യമാകും. തീർച്ചയായിട്ടും ഈ കുറ്റബോധം ഉണ്ടായിരുന്ന മക്കൾക്ക് ഒരാശ്വാസം അത് നൽകുമെന്നുള്ളത് തീർച്ചയായിരുന്നു. അങ്ങനെ നിയമത്തിൻ്റെ തന്നെ ഒരു വ്യാഖ്യാനമായിട്ട് ഈ ഖുർബാൻ അല്ലെങ്കിൽ ഈ സമർപ്പണം എന്നുള്ളത് ആ ഒരു രീതി നിലവിൽ വന്നു. അത് സഭാപിതാക്കളുമായി പറയുന്നത് പോലെ ഈ നിയമത്തിൻ്റെ വ്യാഖ്യാനത്തിന് സഹായിച്ചിരുന്നതാണ്. നിയമം പാലിക്കുന്നതിന് ഇരണേവൂസ് സഭാപിതാവ് മാത്രമല്ല, മറ്റ് സഭാപിതാക്കന്മാരും, ഉദാഹരണത്തിന് ആഗസ്തീനോസും ഇതേക്കുറിച്ച് പറയുന്നത്, ഇത് ഈ നിയമങ്ങൾ പാലിക്കാനായിട്ട് മനുഷ്യരെ സഹായിച്ചിരുന്ന, മോശയുടെ നിയമങ്ങൾ പാലിക്കാനായിട്ട് സഹായിക്കുന്നവയായിരുന്നു ഈ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ഈ ചട്ടങ്ങൾ, ഈ പാരമ്പര്യങ്ങൾ എന്നാണ്. അപ്പോൾ ഈ പാരമ്പര്യങ്ങൾ നിയമങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള സംരക്ഷണ കവചമാണ് എന്ന് ഇരണേവൂസ് പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഇങ്ങനെ ഈ 4-ാം പ്രമാണം പാലിക്കുന്നതിന് ഉള്ള ഒരു സഹായകമായ മാർഗമായിരുന്നു ഇത്. പക്ഷെങ്കിൽ യഹൂദ നേതൃത്വം തന്നെ ഇതിൻ്റെ ഒരു ദുരുപയോഗത്തിനും വഴിതെളിച്ചിരുന്നു. അതായത് ഏതെങ്കിലും മക്കൾക്ക് മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട കടമ നിർവഹിക്കാൻ ഇഷ്ടമില്ല എങ്കിൽ അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ദേവാലയത്തിന് സമർപ്പിക്കാനായിട്ട് നേർന്നു പോയി എന്ന് പറഞ്ഞാൽ, കാഴ്ച അർപ്പിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഈ മാതാപിതാക്കളോടുള്ള കടമയിൽ നിന്ന്, അവർക്ക് ചെയ്യേണ്ട സഹായം ചെയ്തു കൊടുക്കേണ്ട ആ സഹായത്തിൽ നിന്ന്, ആ കടമയിൽ നിന്ന്, ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ മക്കൾ ഒഴിവാകും എന്നുള്ള ഒരു ക്രമീകരണം ഈ കാഴ്ച, ഈ നേർച്ച, ഈ വസ്തുക്കൾ, അത് സ്ഥാവരജംഗമ വസ്തുക്കളാകട്ടെ, സമ്പത്താകട്ടെ, എന്തുമാകട്ടെ, അത് പോയിരുന്ന ദേവാലയത്തിലേക്കാണ്. ദേവാലയത്തിലേക്ക് എന്ന് പറയുമ്പോൾ അത് എത്തിയിരുന്നത് ഈ പ്രീശരുടെയും പുരോഹിത നേതാക്കന്മാരുടെയും ഒക്കെ കൈകളിലായിരുന്നു. അപ്പോൾ അവർക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടായിരുന്നത് കൊണ്ട് അത് ഇവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ചാണ് 7-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഈശോ പറയുന്നത്, മാതാപിതാക്കൾക്ക് അർഹമായിട്ടുള്ളത് ഖുർബാനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന് സമർപ്പിച്ചു ഞാൻ നേർന്നു പോയി എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളോടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇവരെ ഒഴിവാക്കുന്നതായിട്ട് ഈ യഹൂദ നേതൃത്വം തന്നെ പറഞ്ഞിരുന്നു.
അതിന് അവസരമൊരുക്കിയിരുന്നു. അങ്ങനെ നിങ്ങൾ ദൈവപ്രമാണങ്ങളെ വ്യർത്ഥമാക്കുന്നു. നിങ്ങളുടെ പാരമ്പര്യങ്ങൾ പാലിക്കാൻ വേണ്ടി, നിങ്ങളുടെ ചട്ടങ്ങൾ, നിങ്ങളുടെ രീതികൾ പാലിക്കാൻ വേണ്ടി എന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവുകയുള്ളൂ. ഇനി ശിഷ്യർക്കെതിരെയുള്ള ആരോപണം അവർ കൈ കഴുകാതെ ഭക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അതിന് വ്യാഖ്യാനമായിട്ടാണ് 7-ാം അധ്യായത്തിൽ 14 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ വീണ്ടും വിവരിക്കുന്നത്. അതായത് ഉള്ളിലേക്ക് പോകുന്ന ഒന്നും അല്ലാത്തത് വിസർജിക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നില്ല, മറിച്ച് ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത് ഈശോ പറയുകയാണ്. ഹൃദയമാണ്. ഹൃദയത്തിൽ നിന്നാണ് തിന്മ, ഈ മനുഷ്യൻ ചെയ്യുന്നതും പറയുന്നതുമായ എല്ലാ തിന്മകളുടെയും ഉറവിടം, കേന്ദ്രം ഹൃദയം തന്നെയാണ്. ഹൃദയത്തിലാണ് തിന്മ ആവിർഭവിക്കുന്നത്, ചിന്തയിലാണ്. ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ചിന്തയാണ് വാക്കുകളായും പ്രവൃത്തികളായും വെളിയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ശുദ്ധമാക്കേണ്ടത് ഉള്ളാണ്. ആ ഒരു ആന്തരിക ശുദ്ധിയാണ് ബാഹ്യമായ ശുദ്ധിയേക്കാൾ പ്രധാനപ്പെട്ടത് എന്ന് ഈശോ പറയുകയാണ്. അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് 14 മുതലുള്ള വാക്യങ്ങളിൽ ദീർഘമായിട്ട് ഈശോ സംസാരിക്കുന്നത് ആന്തരിക ശുദ്ധിയെക്കുറിച്ച്. ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി, ബാഹ്യശുദ്ധി പാലിക്കണം. അത് അല്ലെങ്കിൽ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ ദൈവപ്രമാണങ്ങൾ കാറ്റിപ്പറത്തിക്കൊണ്ടാകരുത്. പ്രധാനമായിട്ടുള്ളത് സ്നേഹവും കരുണയും സമാധാനവും നീതിയും ഒക്കെയാണ്. അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം ഈ നിയമങ്ങൾ പാലിക്കുവാനെന്ന് സഭാപിതാക്കന്മാരാകും. അപ്പോൾ ചുരുക്കത്തിൽ സഭ ഇന്നത്തെ വായനകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ബാഹ്യമായ അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ നമ്മെ യഥാർത്ഥത്തിലുള്ള ദൈവകൽപ്പന പാലിക്കുന്നതിന്, ദൈവവചനമനുസരിച്ച് ജീവിക്കുന്നതിന് സഹായിക്കുന്നതാണ്. അതായത് അല്ലാതെ ഈ ദൈവവചനത്തെ നിരർത്ഥകമാക്കുന്ന രീതിയിലുള്ള പാരമ്പര്യങ്ങൾക്ക് പ്രസക്തി ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ പാരമ്പര്യങ്ങളും ആചാരങ്ങളും എല്ലാം ഈ പരമപ്രധാനമായ കാര്യത്തിന് വേണ്ടിയുള്ളതാകണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഏഷ്യ നിവിയ അന്ന് പറഞ്ഞതും ഏഷ്യയുടെ കാലത്ത് പറഞ്ഞതും ഈശോയുടെ കാലത്തെ യഹൂദ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞതും നമ്മളെക്കുറിച്ച് പറയാനിട വരരുത്. ഈ ജനം അധരം കൊണ്ടാണ് എന്നെ ബഹുമാനിക്കുന്നത്, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയാണ്. നമ്മുടെ ആരാധനയെക്കുറിച്ചാണ്, നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ പങ്കാളിത്തത്തെക്കുറിച്ചാണ്, കുർബാന അർപ്പണത്തെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ കുർബാൻ എന്നുള്ള പദത്തിൻ്റെ മൂലപദം തന്നെ, ക്രിയാരൂപം തന്നെയാണ് കുർബാന എന്നുള്ള അതിൻ്റെ മൂലരൂപം അത് തന്നെയാണ്. കുർബാന എന്ന സുറിയാനിൽ നമ്മൾ ഉപയോഗിക്കുന്ന പദം അറമായ ഭാഷ ആരാധനയും നമ്മുടെ നന്ദിയും നമ്മുടെ സ്നേഹവുമെല്ലാം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് കുർബാന. എന്തിനെ പ്രതി? ദൈവം തൻ്റെ പുത്രനെ അയച്ച് ഈശോയിലൂടെ നമ്മുടെ രക്ഷ സാധിച്ചതിനെ പ്രതി, ആ പെസഹാരഹസ്യത്തിലൂടെ മനുഷ്യവർഗം മുഴുവനെ രക്ഷ സാധിച്ചതിനെ പ്രതി ദൈവത്തിന് സ്തുതിയും പുകഴ്ചയും നന്ദിയും ആരാധനയും എല്ലാം നമ്മൾ സമർപ്പിക്കുന്നതാണ്, കാഴ്ച അർപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴും ഏഷ്യ നിവിയ പറഞ്ഞ് നമ്മെക്കുറിച്ച് പറയാനിട വരരുത്. ഈ ജനം അധരം കൊണ്ട് മാത്രമാണ് എന്നെ ബഹുമാനിക്കുന്നത്, ഹൃദയം അകലെയാണ് എന്ന്. ഹൃദയപൂർവ്വം നമ്മുടെ പ്രാർത്ഥനകൾ നടത്തുവാനും ഹൃദയം കൂടി ചേർത്ത് വെച്ച് നമ്മുടെ കുർബാനയിൽ സംബന്ധിക്കുവാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ മാതാപിതാക്കന്മാരോടുള്ള നമുക്കുണ്ടാകേണ്ട ബഹുമാനമാണ്. മറ്റ് കൽപ്പനകളൊന്നും വാഗ്ദാനത്തോടുകൂടി നൽകപ്പെട്ടിട്ടില്ല എന്ന് നമ്മൾ കണ്ടു. ഈ ഒരൊറ്റ കൽപ്പന മാത്രമേ ദീർഘകാലം ഭൂമിയിൽ ജീവിക്കാനും ജീവിക്കുന്ന നാട്ടിൽ നന്മയുണ്ടാകുവാനും വേണ്ടിയുള്ള ആ വാഗ്ദാനം കൂടി നൽകിയിട്ടുള്ളൂ. അപ്പോൾ എത്രമാത്രം പ്രാധാന്യം ദൈവം നൽകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. നമ്മുടെ മാതാപിതാക്കളായിരിക്കുന്നത് മാതാപിതാക്കന്മാർ വഴിയാണ്. അപ്പോൾ അവരോട് നമുക്ക് തീരാത്ത കടമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ സ്നേഹിക്കാനും അവരുടെ വാർദ്ധക്യത്തിൽ അവരോട് കൂടെ ആയിരിക്കാനും അവരെ ശുശ്രൂഷിക്കാനും അവരെ പരിചരിക്കാനും ഒക്കെ അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഇന്നത്തെ വായനകൾ. ഏറ്റവും അവസാനം നാലാമതായിട്ട് നമ്മുടെ ഹൃദയശുദ്ധിയാണ്. ബാഹ്യമായ ശുദ്ധിയേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഉള്ളിലെ ശുദ്ധിയാണ്. ആന്തരികം ഹൃദയത്തിൽ നിന്നാണ് വിചാരങ്ങളും പ്രവൃത്തികളുമെല്ലാം ഉടലെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിർമ്മലമായിരുന്നാൽ, ശുദ്ധമായിരുന്നാൽ ബാക്കിയുള്ളതെല്ലാം ശുദ്ധമാകും. അപ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാക്കാൻ, നിർമ്മലമാക്കാൻ, അങ്ങനെ ആ നിർമ്മലമായ ഹൃദയത്തോടെ കഴുകി വെടുപ്പാക്കപ്പെട്ട മനസാക്ഷിയോടെ നമുക്ക് ഈ ബലിപീഠത്തിൽ അണയുവാനും ഈ ദൈവ ആരാധനയായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്ന ഈ